ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് LBSൻ്റെ സൈറ്റിൽ കയറിയിട്ട് കഴിഞ്ഞ ഇയർ BSc നഴ്സിങ്ങിന് ഏതൊക്കെ കോളേജിൽ എത്രയൊക്കെ സ്കോർ അല്ലെങ്കിൽ ഏതൊക്കെ റാങ്കിലാണ് ലാസ്റ്റ് കയറിയതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ LBSന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാകും. പക്ഷേ നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല കാരണം ഇയർ നിങ്ങളുടെ സ്കോറിൽ LBSൽ BSc നഴ്സിങ്ങിന് കയറുമെന്ന്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് കഴിഞ്ഞ 2025 ഏതൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ ഏതൊക്കെ റാങ്ക് വരെ കയറിപ്പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. അത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇയർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമുണ്ടോ കാര്യമില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഇൻഡെക്സ് സ്കോർ അറിയണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളേക്ക് നോക്കുകയാണെങ്കിൽ അൽഫാൻസ കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയുടെ കോളേജിൻ്റെ ലാസ്റ്റ് 2025 എത്ര കുട്ടികൾ കയറി, എത്രയൊക്കെ സ്കോർ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അവിടെ ഫസ്റ്റ് കയറിയിരിക്കുന്നത് 285.83 സ്റ്റേറ്റ് മെറിറ്റിൻ്റെയാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് നോക്കേണ്ടത്. അതാ നിങ്ങളുടെ ഇതിൽ ഈ റാങ്ക് അഥവാ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് കണ്ടില്ല, ഇത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. കാരണം ഇപ്പോൾ ഈ ജൂലൈ 2 LBSൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അതിലിപ്പോൾ ഏകദേശം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു 7230, നിങ്ങളൊരു 6000 കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എന്തായാലും അൽഫോൻസ കോളേജിൽ കിട്ടുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാനും പറ്റില്ല. കാരണം 2025 ആണ്. 2026 കുറേ സീറ്റ് എന്താ പറയുക എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. എന്നാൽ ഏകദേശം നമുക്ക് 2025 വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ 2025 റാങ്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ സ്റ്റേറ്റ് മെറിറ്റിൽ 7230 അവിടെ ഫസ്റ്റ് കയറിയിരിക്കുന്നത്. ഇതാ ഈഴവയിൽ 18,000 വരെ കയറിയിട്ടുണ്ട്. MU മുസ്ലിം യൂണിവേഴ്സിറ്റി 20,000. ഇതിൻ്റെയൊക്കെ ഇൻഡെക്സ് സ്കോർ നിങ്ങൾ നോക്കിക്കോളൂ. 263.3. ഇതാ MU അവിടെ ലാസ്റ്റ് മുസ്ലിം ഇതിൽ ലാസ്റ്റ് അവിടെ കയറിയിരിക്കുന്നത് 251. ഈഴവയിൽ 250, SC-കാർ 245 വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ 268. ഇതാണ് അൽഫോൻസ കോളേജിൽ ടോട്ടൽ അവിടുത്തെ സീറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 സീറ്റാണ് അവിടെ BSc നഴ്സിങ്ങിന് കൊടുക്കുന്നത്. ഇനി അടുത്ത കോളേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്തെ കോളേജ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കണ്ട ഇത്രയും കൂടി നേരത്തെ അൽഫോൻസ കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റാങ്ക് ലിസ്റ്റും കുട്ടികളും കുറച്ചും കൂടി സ്കോറുള്ളവരാണ് ഈ ഒരു കോളേജിൽ കയറി പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് നോക്കുമ്പോൾ കണ്ട ഫസ്റ്റ് ഇതിൽ കയറിയിരിക്കുന്നത് 298 പോയിൻ്റാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ ഏകദേശം 290 വരെ പോയിട്ടുണ്ട്. ഈഴവേ 290. LC മറ്റേ നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെ കാത്തോലിക് ആ ഗ്രൂപ്പിൽ 289. ഈഴവ 289. ബിലോ ഹിന്ദു ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ് 287 പോയിരിക്കുന്നത്. ലാസ്റ്റ് SC കയറിയിരിക്കുന്നത് 274 പോയിൻ്റാണ്. അതിനുവേണ്ടി നമ്മൾ അൽഫോൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സീറ്റ് കുറച്ചും കൂടി ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നിരിക്കുന്നത് +2 സ്കോറിൻ്റെ ബേസിസിൽ. ഇനി അടുത്ത കോളേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ അൽഷിഫ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം നോക്കുകയാണ്. അവിടെയും കമ്പാരിറ്റീവ്ലി സ്കോർ എല്ലാവരും കൂടുതലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നിങ്ങൾക്ക് ഇനി ഇത് ഓരോരുത്തർക്ക് പോസ് ചെയ്ത് നോക്കണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോളി. ഇതാ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ സീറ്റ്സ് കൂടുതലാണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞതാണ്, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. 45 സീറ്റ്സ് ഉണ്ട് എവിടെ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണയിൽ. ഇനി അടുത്ത് നോക്കുന്നത് അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം. അവിടെ നോക്കുകയാണെങ്കിലും അവിടെയും കുറച്ച് പോരം സ്കോർ വരുന്നുണ്ട്. 292 ആണ് ഫസ്റ്റ് കയറിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിങ്ങളുടെ ഒരു റാങ്ക് നോക്കിക്കോളി. കാരണം നിങ്ങളൊരു ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഉറപ്പിക്കുക. നിങ്ങൾക്ക് അടുത്ത കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ 2026 LBS വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ആദ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇത്രയും ആൾക്കാരാണ് കയറിപ്പോയിരിക്കുന്നത്. അതിലിത് ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റിൽ ഏകദേശം 276 വരെ കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് ഗവൺമെൻറ് കോളേജ് നോക്കാം. ഗവൺമെൻറ് കോളേജ് ഇത് ആലപ്പുഴയാണ്. പൊതുവെ ഗവൺമെൻറ് കോളേജിന് ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കുക പ്രൈവറ്റ് കോളേജിന് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഇതാ ടൈറ്റ് ഇതാണ് ഇൻഡെക്സ് മാർക്ക്. ഫസ്റ്റ് കയറിയിരിക്കുന്ന ഫുള്ള് 300 ആണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കമ്പാരിറ്റീവ്ലി നല്ല ടൈറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡെക്സ് സ്കോർ 280 അബൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഗവൺമെൻറ് കോളേജ് കൊടുത്തിട്ട് സെക്കൻഡ് നിങ്ങൾക്ക് പ്രൈവറ്റ് കൊടുക്കണമാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് പ്രൈവറ്റിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൈവറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്. കാരണം മറ്റേ നേരത്തെ നോക്കിയ കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ നോക്കിയ കോളേജിൽ 280, 290 ഒക്കെ കയറി പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫുള്ള് 299. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. 299, 298 നോക്കിക്കോളൂ. ഫുള്ള് 298, 296, ഓക്കെ 290,
പിന്നെ ഇതിൽ ഏറ്റവും ഒരു ഇതിൽ SC കാരാണ് 294 കയറിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ നോക്കിയപ്പോൾ SC കാർ ഏകദേശം 250 260 വരെ പോകുന്നുണ്ട്. ഇവിടെ SC അടക്കം 291 ആണ്. അപ്പോൾ അത്യാവശ്യം ഗവൺമെൻറ് കോളേജിൽ അത്യാവശ്യം ടൈറ്റ് ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഇനി അടുത്തൊരു ഗവൺമെൻറ് കോളേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നഴ്സിങ്ങിൻ്റെ കോളേജസ് ആട്ടോ. ഗവൺമെൻറ് കോളേജ് ഇടുക്കിയത്തെ നമുക്ക് നോക്കാം. ഓക്കെ, ഇടുക്കിയിലും കുഴപ്പമില്ലാത്തൊരു ടൈറ്റ് തന്നെയാണ്. മറ്റേത് 300 ആണെങ്കിൽ 298, ഫുള്ള് 298, 297, 96 ഏകദേശം നോക്കുമ്പോൾ SC കാർ 285 വരെ പോയിട്ടുണ്ട്. ഇല്ല 244 വരെ പോയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ കുട്ടിക്ക് ഇവിടെ അലോട്ട് ആയിക്കണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രയലിൽ കിട്ടിയെന്ന് വരില്ല, ഫസ്റ്റിൽ കിട്ടിയെന്ന് വരില്ല, സെക്കൻഡിൽ കിട്ടിയെന്ന് വരില്ല. പക്ഷേ അതിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അലോട്ട്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലാവും കിട്ടുക. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ മെയിനായിട്ട് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇൻഡെക്സ് സ്കോറോ എല്ലാം നോക്കേണ്ടത്. കാരണം ഇൻഡെക്സ് സ്കോർ കമ്പാരിറ്റീവ്ലി മാറിക്കൊണ്ടേയിരിക്കും. എത്ര കുട്ടികൾ ഇതാക്കി അതിൽ നിങ്ങളുടെ റാങ്ക് എത്ര വരുന്ന റാങ്ക് പരമാവധി നോക്കുക. അതിൽ നോക്കുമ്പോൾ റാങ്ക് ഇതിലൊക്കെ അത്യാവശ്യം 1300 ഒക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഏകദേശം ഒരു ഇത്രേൻ്റെ ഉള്ളിൽ വന്നാലേ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ നോക്കുകയാണെങ്കിൽ 2400 2500 നമുക്കിപ്പോൾ 2500 പഠിക്കാം. 2500-നുള്ളിൽ വന്നാലേ നിങ്ങൾക്ക് എവിടെ കിട്ടുള്ളൂ? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ നോക്കാൻ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൻ്റെ സെപ്പറേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽഡായിട്ട്. വേറെ ഏതെങ്കിലും കോഴ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ നമുക്ക് ആ കോഴ്സിൻ്റെത് ചെയ്യാം.